ഞങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തവരാണ്. അതായത് 40 വീട്ടിൽ കൂടുതൽ ഓഫർ ചെയ്ത സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ടായിരുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. കൽപ്പറ്റ MLA കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ടി സിദ്ദിഖ് ഉണ്ടായിരുന്നു. തുടങ്ങി കോൺഗ്രസിൻ്റെയും വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തന്നെ അവിടെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ ഒരു വീടിന് ഇത്ര തുക വെച്ച് നൽകുകയാണെങ്കിൽ അത്രയും വീട് അതത് സംഘടനകൾ നൽകി എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അന്ന് കുറച്ച് തുക അധികമായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് നടന്ന ചർച്ചയിലാണ് ഒരു വീടിന് 20 ലക്ഷം കണക്കാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് തന്നെ ഇറക്കിയത്. ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ് നടത്തി 100 വീടിൻ്റെ സമ്മതപത്രം കൈമാറുകയാണ് DYFI ചെയ്തത്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് അന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ആ യോഗത്തിൽ അവർ ഉന്നയിക്കുന്നില്ല. സർക്കാർ സന്നിഗ്ധമായി പറയുന്നുണ്ട് ഞങ്ങൾ ആർക്കും ഭൂമി കൊടുക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെ മുസ്ലിം ലീഗ് സർക്കാരിൻ്റെ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്ന് പിന്നീട് അവർ പ്രഖ്യാപിക്കുന്നു. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ പങ്കെടുത്തുകൊണ്ട് വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് തന്നെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അപ്പോൾ സർക്കാരിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയി ആ സർക്കാരിൻ്റെ പദ്ധതിയുമായി സഹകരിക്കുമെന്നാണ് DYFI പറഞ്ഞത്. സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് DYFI പറഞ്ഞത്. ആ കാര്യങ്ങൾ DYFI അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താണ്, ആ പണം പിരിച്ചു, ആ പണത്തിന് കൃത്യമായ കണക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ അവിടെ ക്യാമ്പിൽ ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു. അവരുടെ പിരിവിൻ്റെ ഭാഗമായിട്ട് പണം കൊടുത്ത ആളുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പണം കൊടുത്ത ആൾ ഞാൻ കൊടുത്ത പണം ആ ആവശ്യം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അനുഭവം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിലെ മൊത്തം യുവജന സംഘടനകൾക്കാകെ അപമാനമാണ്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലത്താണ്. പ്രത്യേകിച്ച് വയനാട് ദുരന്തം നമുക്കറിയാലോ, എത്രമാത്രം വിഷമിച്ചു നമ്മളെല്ലാവരും, എത്രമാത്രം അത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദുരന്തമുഖത്ത് പോയിട്ട് പോലും വ്യാജ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക? ഞാൻ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അത് അധികമായി പോകും. അപ്പോൾ ദുരന്തമുഖത്ത് പോലും വ്യാജ പ്രഖ്യാപനം നടത്തുന്നവരായിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ മാറി. ഇതാണ് ഗൗരവമായിട്ടുള്ള കാര്യം. അപ്പോൾ ക്യാമ്പിൽ ഇപ്പം കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നു നിങ്ങൾ DYFIയെ കണ്ടുപഠിക്കണം. എന്തൊരു അപമാനമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്ന കണക്ക് പ്രകാരം 88 ലക്ഷം മാത്രമാണ് പിരിച്ചത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി 30 വീണ്ടും ആഹ്വാനം ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൊടുത്ത കാശ് 88 ലക്ഷം മാത്രമാണ്. DYFI ആഹ്വാനം ചെയ്തപ്പോൾ DYFI ഏൽപ്പിച്ചത് 20 കോടിയിൽ കൂടുതൽ തുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ആ 88 ലക്ഷം തന്നെ അർഹത ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുകയോ സർക്കാരിനെ ഏൽപ്പിക്കുകയോ അവർ സ്വന്തമായി ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാര്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ തുക ഞങ്ങൾ KPCCയെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞത്. നല്ല തമാശയല്ലേ പറഞ്ഞത്? KPCCയെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണോ ജനങ്ങളോട് ഇവർ പണം പിരിച്ചത്? പണം ഇവർ പിരിച്ചത് ജനങ്ങളോട് പറഞ്ഞ കാര്യം അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. 30 വീട് വൈകാതെ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ട് ആ പണം ഞങ്ങൾ ഭദ്രമായി ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, നിങ്ങൾ അധികം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതാ KPCC ഏൽപ്പിക്കും എന്ന് പറയാണ്. ഇതൊക്കെ എന്തൊരു ന്യായമാണ്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് പറയേണ്ട വർത്താനാണോ? ഇതാണ് വളരെ ഗൗരവമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയണം. ഒരുപാട് ആളുകൾ ഇവരെ വിശ്വസിച്ച് പണം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ആ പണം തിരിച്ചു കൊടുക്കണം. ഓക്കെ.